Hi guys, Assalamu alaikum. This is Biju Fahima here. Welcome back to my channel. ഇന്നൊരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി പ്രോൺസ് പാസ്റ്റൻ്റെ റെസിപ്പിയാണ്. പാസ്ത എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഒരു ഇറ്റാലിയൻ ക്യൂസീനാണ്. ഇത് വൈറ്റ് സോസ് പാസ്ത ആണ്. സെയിം വേ ചിക്കൻ അല്ലെങ്കിൽ വെജീസ് മാത്രമായിട്ടും ഉണ്ടാക്കാം. പ്രോൺസ് ആകുമ്പോൾ സീ ഫുഡ് ലവേഴ്സിന് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാനും എന്ന് നോക്കാം. പാസ്ത കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സോസ് പാനിൽ വെള്ളം തിളപ്പിച്ചെടുക്കാം. ഇതുപോലെ തിളച്ച് വന്നാൽ ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് പാകത്തിന് ഇട്ടാൽ മാത്രമാണ് പാസ്ത കുക്കായി വരുമ്പോൾ ഉപ്പ് കറക്റ്റ് ആവുള്ളൂ. പാസ്ത സ്റ്റിക്കി ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ആഡ് ചെയ്തത്. ഇനി ഇതിലേക്ക് പാസ്ത ഇടാം. ഞാനിവിടെ 250 ഗ്രാം ബാംബിനോൻ്റെ സ്പൈറൽ പാസ്തയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് പാസ്ത വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. 90% മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി. ബാക്കി സോസിൽ മിക്സ് ആയിട്ട് കുക്കാകുമ്പോൾ നല്ല ക്രീമി ഫ്ലേവർ കിട്ടാൻ. ഓവർ കുക്കായാലും മിക്സ് ചെയ്യുമ്പോൾ ഉടഞ്ഞു പോകും. അപ്പോൾ പാസ്തൻ്റെ കുക്കിംഗ് ടെക്സ്ചർ ഇതുപോലെ കട്ട് ചെയ്താൽ ഉടഞ്ഞു പോകാണ്ട് രണ്ടായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ പാസ്ത കറക്റ്റ് കുക്കായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് റണ്ണിങ് വാട്ടറിൻ്റെ അടിയിൽ വെച്ച് അതിൻ്റെ സ്റ്റാർച്ച് മാറ്റിയെടുക്കാം. ഒട്ടിപ്പിടിക്കാതെ വിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് മാറ്റി വെക്കാം. നെക്സ്റ്റ് ഞാനിവിടെ 200 ഗ്രാം പ്രോൺസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ പെപ്പറും ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പാനിലേക്ക് ഇട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് പ്രോൺസ് കുക്ക് ചെയ്തെടുക്കാം. ചെറിയ പ്രോൺസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. 5 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിൽ നിന്ന് പ്രോൺസ് മാത്രം എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കി വന്ന സ്റ്റോക്ക് ഡിസ്കാർഡ് ചെയ്യൊന്നും വേണ്ട. ലാസ്റ്റ് മിക്സ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യേണ്ടതാണ്. ഇനി ഒരു വോക്കിലേക്ക് ഒരു സ്റ്റിക്ക് ബട്ടർ ഇട്ട് കുക്ക് ചെയ്തെടുത്ത് പ്രോൺസ് ഇട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ബട്ടറിൽ ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഒരു 2 മിനിറ്റ് സോട്ട് ചെയ്തതിന് ശേഷം വോക്കിന് എടുത്ത് മാറ്റാം. അതിൻ്റെ സെയിം വോക്കിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നല്ലൊരു അരോമ വരുന്നവരെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ സോട്ട് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ഒരു ചെറിയ സൈസ് ഉള്ളി, 2 ക്യാരറ്റ്, ഒരു ക്യാപ്സിക്കം എല്ലാം നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ആഡ് ചെയ്യാൻ. ഇതെല്ലാം കൂടി 3 മിനിറ്റോളം നന്നായിട്ട് വഴറ്റിയെടുക്കാം. വെജീസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതുവാണെങ്കിലും ചേർക്കാം. ഇതുപോലെ വാടി വരുമ്പോൾ ഉപ്പും കുരുമുളകും ഇട്ട് നേരത്തെ പ്രോൺസ് കുക്ക് ചെയ്ത് സ്റ്റോക്ക് ഒഴിച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു ടൈമിൽ വൈറ്റ് സോസ് പ്രിപ്പയർ ചെയ്യാം. അതിനുവേണ്ടി പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് മെൽട്ടായി വന്നാൽ 4 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് ലോ ഫ്ലെയിമിൽ കട്ട് പിടിക്കാതെ മിക്സ് ആക്കി കൊടുക്കാം. മൈദൻ്റെ റോ ടേസ്റ്റെല്ലാം മാറി ഇതുപോലെ സ്മൂത്ത് ടെക്സ്ചറായി വരുമ്പോൾ 2 കപ്പ് പാലൊഴിച്ച് കട്ടൊന്നും ഇല്ലാതെ ക്രീമി കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ടൈറ്റായി വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പും പെപ്പറും ഇട്ട് സോസ് വോക്കിലേക്ക് ഒഴിച്ച് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഫ്രൈ ചെയ്ത് വെച്ച പ്രോൺസും കുക്ക് ചെയ്ത് വെച്ച പാസ്തയും ആഡ് ചെയ്ത് ഫുള്ളായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നല്ല ക്രീമി പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ടേസ്റ്റ് ഡിപ്പെൻഡ് ചെയ്ത് ചീസ് അല്ലെങ്കിൽ സ്പൈസസ് എന്തെങ്കിലും എക്സ്ട്രാ ആണെങ്കിൽ ആഡ് ചെയ്യാം. ഇതും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിലോ മെസ്സേജ് ചെയ്യണം. ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. റെസിപ്പീസ് എല്ലാം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ കീപ് വാച്ചിങ്. ബൈ.